Hi guys, welcome back to the channel. Dr.ZyBorg here. ഇന്നത്തെ വീഡിയോ എൻ്റെ ട്രാവൽ ടെക് ബാഗിനെ പറ്റിയാണ്. നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലെ ട്രാവൽസിലൊക്കെ പോകുമ്പോൾ അത് ഒരു 2 ദിവസം സ്റ്റേ ആയാലും ശരി, വലിയൊരു ജേണി ആയാലും ശരി, ഞാൻ എൻ്റെ ഈ ട്രാവൽ ടെക് ബാഗാണ് എപ്പോഴും ക്യാരി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഈ ബോക്സിൻ്റെ അകത്തുണ്ട്. നമ്മളെല്ലാവരും വീട്ടിലും പല ടൈപ്പ് ചാർജേഴ്സ് കാണും, പല ടൈപ്പ് കേബിൾസ് കാണും. ചിലത് മൈക്രോ USB ആയിരിക്കും, ചിലത് USB ടൈപ്പ് C ആയിരിക്കും. ആപ്പിൾ യൂസേഴ്സ് ആണെങ്കിൽ ലൈറ്റ്നിങ് കേബിൾ ഉണ്ടാവും. സോ ഇതെല്ലാം കെട്ടിപ്പറക്കി കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും നമ്മൾ എടുക്കാൻ മറക്കും, അല്ലെങ്കിൽ കൊണ്ടുപോയി എടുത്ത് വെച്ച് മറക്കും ചെയ്യും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാഗ് എൻ്റെ കയ്യിൽ എപ്പോഴും റെഡി ആയിരിക്കും. അപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ ഈ ബാഗ് എടുത്തങ്ങ് വെക്കും. ദാറ്റ്സ് ഇറ്റ്. സോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ടൈസം എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാഗാണ്. ഇറ്റ്സ് എ ഹാർഡ് ഷെൽ കേസ് ആൻഡ് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോൺഫിഗറേഷനിലാണ് ഈ ബാഗ് വരുന്നത്. വളരെ നല്ല സിപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് പ്രോഡക്റ്റ്. ഞാൻ ഏകദേശം 2 years ആയി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഹൈലി റെക്കമെൻഡഡ്. പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ബാഗ്. ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ ട്രാവൽ കിറ്റിലെ കണ്ടൻസ്. നമുക്കിത് ഓരോന്നായിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ഉള്ളത് റോക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ട്രാവൽ ചാർജറാണ്. ഇതിൽ USB PD ആൻഡ് ക്വിക്ക് ചാർജിങ് 3.0 USB ടൈപ്പ് C ഫോർമാറ്റിലുള്ള പോർട്ടാണിത്. ഇതും കോൾകോം ക്വിക്ക് ചാർജിങ് 3.0 പോർട്ടാണ്, ബട്ട് അത് USB ടൈപ്പ് A ഫോർമാറ്റിലുള്ളത്. സോ 2 ടൈപ്പ് ചാർജിങ് ഇതിൽ നടക്കും. ഇത് അമേരിക്കൻ ടൈപ്പ് പ്ലഗാണ്, പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഇന്ത്യൻ ടൈപ്പ് പ്ലഗായിട്ട് മാറും. ഇറ്റ്സ് എ വെരി കോമ്പാക്റ്റ് പ്രോഡക്റ്റ് ആൻഡ് വെരി പവർഫുൾ. സോ ഇത് ഞാനെപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന. നമുക്കിവിടെ മാറ്റി വെക്കാം. ഇത് ഒരു യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്ററാണ്. ഈ നമ്മൾ ഇപ്പം ഹോട്ടലിലോ അല്ലെങ്കിൽ എവിടെയും പോവുകയാണെങ്കിൽ അവിടുത്തെ പ്ലഗ് ടൈപ്പ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ആൻഡ് നമ്മളെ ആക്സസറീസിന് ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് പുറത്തുനിന്നൊക്കെ മേടിച്ച വല്ലതുണ്ടെങ്കിൽ പല ടൈപ്പ് പ്ലഗ്സ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാനിത് ക്യാരി ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി കോമ്പാക്റ്റ് ആൻഡ് സ്മോൾ പ്രോഡക്റ്റ്. സോ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസിൽ ഇത് യൂസ്ഫുള്ളായി വന്നിട്ടുണ്ട്. ഇനി ഇതും ഒരു വാൾ ചാർജർ കം ബാറ്ററി പാക്കാണ്. ആസ് യു കെൻ സി, ഇറ്റ്സ് എൻ ആങ്കർ പ്രോഡക്റ്റ്. ആൻഡ് ഇതിന് 2 USB ടൈപ്പ് A ഔട്ട്പുട്ട് പോർട്ട്സ് ഉണ്ട്, ഒരു മൈക്രോ USB ഇൻപുട്ട് പോർട്ടും ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട്, ഈ മൈക്രോ USB പോർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ഇതൊരു പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് ഇത് വെച്ച് ഒരു വാൾ ചാർജറിൽ കുത്തിക്കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റും ചാർജ് ആവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കേബിൾസ് കണക്ട് ചെയ്തിട്ട് നമ്മളെ ഫോൺസോ ടാബ്ലറ്റ്സോ എന്താണെന്ന് വെച്ചാൽ അതും ചാർജ് ചെയ്യാം. സോ അറ്റ് ദ സെയിം ടൈം പവർ ബാങ്കും നമ്മുടെ ഡിവൈസസും ചാർജ് ആവും. അപ്പോൾ ഇങ്ങനൊരു സാധനം കയ്യിലുള്ളപ്പം ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് വളരെ യൂസ്ഫുള്ളാണ്, കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യും. സോ ദിസ് ഈസ് അനദർ എക്സ്ട്രീംലി ഗുഡ് പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് ഫ്രം ആങ്കർ. So the next we'll be talking about the cables. Starting with this cable. ഇത് ഒരു റെഗുലർ
micro USB cable ആണ്. USB type A on one end and micro USB on the other end. It is from the company Hoco. 1 meter നീളമുള്ള cable ആണിത്. So this is always with me. പിന്നെ ഇത് again this is from the company Anchor. ഞാനൊരു ആപ്പിൾ യൂസറാണ്. സോ ഇറ്റ്സ് എ ലൈറ്റ്നിങ് കേബിൾ, USB type A on one end and lightning on the other end. This is a 1 meter cable. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കേബിളാണ്. ഇറ്റ്സ് എ ബ്രേഡഡ് കേബിൾ ആൻഡ് എക്സലൻറ്റ് ക്വാളിറ്റി. ഇതും അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 years ആയി ഞാൻ ഈ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി ഈ സൈഡിലും കുറച്ച് കേബിൾസ് ആണ്, ആസ് യു കെൻ സി. ഇത് നിൽക്കിൻ്റെ കേബിളാണ്, നിൽക്കിൻ, ആൻഡ് ഇറ്റ്സ് എ വെരി സ്ട്രോങ് ബ്രേഡഡ് കേബിൾ. USB type A on one end and USB type C on the other end. As you can see, super speed ആണ്. So ഇതിൽ ബ്ലൂ ആയിട്ട് കാണാം. ദാറ്റ് ഈസ് വാട്ട് ഇസ് ഡിഫറെൻറ്റ്. സോ ഈ ബ്ലൂ കാണുന്നത് ബിക്കോസ് ഇറ്റ് ഇസ് USB 3.0 ആൻഡ് USB 3.1. അതുകൊണ്ടാണ് ഇത് ബ്ലൂ ആയിട്ട് കാണുന്നത്. USB 2.0 ആണെങ്കിൽ അത് വൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിലൊക്കെ കാണുന്ന പോലെ അത് വൈറ്റ് ആയിരിക്കും. ബട്ട് USB 3.0 അല്ലെങ്കിൽ 3.1 ആണെങ്കിൽ അത് ബ്ലൂ ആയിരിക്കും. ഇറ്റ് മീൻസ് ഇത് ഫാസ്റ്റ് ചാർജിങ്ങും ഫാസ്റ്റ് ഡേറ്റ സിങ്കിങ്ങും ഈ കേബിൾ വെച്ച് പോസിബിളാണ്. സോ അതവിടെ വെക്കാം. ഇത് അനദർ പ്രോഡക്റ്റ് ഫ്രം ആങ്കർ. ഇത് വയർലെസ് ബ്ലൂടൂത്ത് ഇയർഫോൺസ് ആണ്. ഇതും ഞാൻ ഏകദേശം 2 years ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതെപ്പോഴും ബാക്കപ്പായിട്ട് എൻ്റെ ട്രാവൽ കിറ്റിലുണ്ടാവും. എക്സലൻറ്റ് ഇയർഫോൺസ്, മാഗ്നറ്റിക് ആണ്. സോ നമ്മൾ കഴുത്തിൽ തൂക്കിയിടുമ്പോൾ ഇത് മാഗ്നറ്റിക് ആയിട്ട് ഇറ്റ് ജസ്റ്റ് സ്റ്റേസ് ദെയർ. ഇതിൻ്റെ ഒരു റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഇറ്റ്സ് എൻ എക്സലൻറ്റ് പ്രോഡക്റ്റ്. ഇനി കുറച്ച് ഷോർട്ട് കേബിൾസ് ആണ്. ഷോർട്ട് കേബിൾസ് ആർ ഓൾവേസ് യൂസ്ഫുൾ. ചില സമയത്ത് നമ്മളിപ്പോൾ പവർ ബാങ്ക് യൂസ് ചെയ്തിട്ടാണ് ഡിവൈസ് ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ലോങ് കേബിൾസ് വേണ്ട, നമുക്കൊരു ഷോർട്ട് കേബിൾ മതിയാവും. സോ ഈ 3 കേബിൾസും ദർ ഷോർട്ട് കേബിൾസ്. ദിസ് ഇസ് എ ജനറിക് ഷോർട്ട് USB-C കേബിൾ. As you can see, the regular ആണ്. It is not USB 3.0. So USB type C cable ആണിത്. ഇത് രണ്ടും ആമസോൺ ബേസിക്സിൻ്റെ കേബിൾസ് ആണ്. ഇത് USB type C on both ends. As you can see, രണ്ട് എൻഡ്സിലും USB type C ആണ്. സോ നമുക്ക് ഒരു PD ചാർജർ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദിസ് വൺ, നമ്മൾ USB type C എൻഡ് നമ്മൾ PD ചാർജിങ് പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. ആൻഡ് നമ്മൾ നെക്സ്റ്റ് USB type C എൻഡ് നമ്മൾ ആൻഡ്രോയിഡ് ഫോണോ ഓർ വാട്ട് എവർ ഡിവൈസ് ഇറ്റ് ഇസ് വിത്ത് USB type C നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്താൽ ഫാസ്റ്റ് ചാർജിങ് പോസിബിൾ ആണ്. സോ ദിസ് ഇസ് എ USB type C കേബിൾ ഓൺ ബോത്ത് എൻഡ്സ്. ഇനി ഇത് ഇറ്റ്സ് എ ഷോർട്ട് ലൈറ്റ്നിങ് കേബിൾ, അഗെയിൻ ഫ്രം ആമസോൺ ബേസിക്സിൻ്റെ ആണ്. സോ ഇത് USB type A ഓൺ വൺ എൻഡ് ആൻഡ് വൺ എൻഡ് ലൈറ്റ്നിങ് പോർട്ടാണ്. ഇതും യൂഷ്വലി ഞാൻ പവർ ബാങ്ക് വെച്ച് ഫോണിൽ ചാർജ് ചെയ്യുമ്പോഴാണ് ഈ കേബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് 3 ഷോർട്ട് കേബിൾസ് ദാറ്റ് ഐ യൂസ്. ഇനി ഇതെല്ലാം മെമ്മറി ഡിവൈസസ് ആണ് ഈ സൈഡിൽ കാണുന്നതെല്ലാം. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിലുള്ള 2 OTG കേബിൾസ് ആണ്. നോട്ട് കേബിൾസ്, OTG ഡിവൈസസ്. ഇത് ഇറ്റ്സ് an OTG adapter for micro USB type C ആണ് ഒരു എൻഡിൽ, ഈ എൻഡിൽ മൈക്രോ USB ആണ്. ഇറ്റ് ഈസ് ഫ്രം ദ കമ്പനി ഗീക്ക് കേസസ്. മെറ്റൽ ബോഡിയാണ്. ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ആൻഡ് വെരി റിലയബിൾ.
ഓൾമോസ്റ്റ് 2 years ആയി ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എക്സലൻറ്റ് പ്രോഡക്റ്റ്. ഇത് ഫ്രം ദ കമ്പനി USAMS ആൻഡ് USB Type-C ആണ് ഒരു എൻഡിൽ. ഇത് USB Type-A ആണ്. സോ ഇത് നമുക്ക് ഒരു OTG അഡാപ്റ്ററായിട്ട് യൂസ് ചെയ്യാം ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ചാർജിങ് ആൻഡ് സിങ്കിങ് ആസ് വെൽ. ആസ് യു ക്യാൻ സീ ഇത് ബ്ലൂ ആണ്. സോ അതിൻ്റെ അർത്ഥം ഇത് ഫാസ്റ്റ് ചാർജിങ് ആൻഡ് ഫാസ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. സോ നമ്മൾ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഒരു USB Type-3 പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കും. സോ ദിസ് ഇസ് an excellent product from USAMS. മെറ്റൽ ബോഡിയാണ് ആൻഡ് വെരി ഗുഡ് ബിൽഡ് ക്വാളിറ്റി. ഹൈലി റെക്കമെൻഡഡ്. ഇനി ഈ പൗച്ചിൽ 3 മെമ്മറി എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ് ആണ്. So let me just get this out. Yeah, this is an ultra compact thumb drive or a pen drive from the company Huba. Metal body ആണ് ഇതിൻ്റെ. ഇത് 32 GB വേർഷൻ ആണ്. ഇത് കുറച്ച് കാലമായി ഞാൻ യൂസ് ചെയ്യുന്നു. this is USB 2.0. ഇത് USB 3.0 അല്ല. സോ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. ഞാനിത് AliExpress നിന്നാണ് മേടിച്ചത്. ഇത് സാൻഡിസ്കിൻ്റെ ആണ്. സാൻഡിസ്ക് അൾട്രാ ഫിറ്റ്. അഗൈൻ എ വെരി സിമിലർ ഫോം ഫാക്ടർ, വെരി സ്മോൾ ആൻഡ് കോമ്പാക്ട്. USB നിങ്ങൾക്ക് കാണാം, ഇത് ബ്ലൂ കളറിലാണ്. സോ ഇത് USB 3.1 ആണ്. എക്സലൻറ്റ് ട്രാൻസ്ഫർ സ്പീഡ്സ്, എക്സലൻറ്റ് പ്രോഡക്റ്റ്. ഇത് 128 GB വേർഷനാണ്. ഞാനെപ്പോഴും എൻ്റെ ട്രാവൽസിലൊക്കെ ക്യാരി ചെയ്യുന്നതാണ്. കാരണം എപ്പോഴെങ്കിലും നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ആവശ്യം വരും. അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തു, ഫോൺ മെമ്മറി ഈസ് ഗെറ്റിംഗ് ഫുൾ, യു നീഡ് ടു ട്രാൻസ്ഫർ ഇറ്റ്. ഇതെപ്പോഴും യൂസ്ഫുൾ ആണ്. സോ ഇതുപോലെ ഒരു OTG അഡാപ്റ്റർ കൂടെ ഉണ്ടെങ്കിൽ കാര്യം വളരെ പെട്ടെന്ന് നടക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ. ആൻഡ് ഇത് എക്സ്റ്റേണൽ മെമ്മറി കാർഡാണ്. സാൻഡിസ്കിൻ്റെ സാൻഡിസ്ക് അൾട്രാ. ആൻഡ് ദിസ് ഇസ് വിത്ത് ദി അഡാപ്റ്റർ. സോ അഡാപ്റ്റർ ഉണ്ടാകുമ്പം അത് നമുക്ക് ക്യാമറാസിൽ യൂസ് ചെയ്യാം. അഡാപ്റ്റർ ഇല്ലാതെ നമുക്ക് മൈക്രോ SD കാർഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. സോ ഇറ്റ് ഇസ് എ 64 GB വേർഷൻ. ഇതിൽ വളരെ ഫാസ്റ്റായിട്ട് ഫയൽ ട്രാൻസ്ഫേഴ്സും നടക്കും. മാത്രമല്ല ഈ ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഇതിൽ തന്നെ ചെയ്യാം. സോ അതുകൊണ്ടാണ് ഈ മെമ്മറി കാർഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഓൺ മൈ ട്രാവൽ ടെക് കിറ്റ്. ആൻഡ് നിങ്ങൾക്കും ഇതുപോലെ ഒരെണ്ണം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കൊക്കെ പോകുമ്പം ഇത് കൊണ്ട് പോയാൽ മതി. അപ്പം പിന്നെ കേബിൾസും സാധനങ്ങളും എടുക്കാൻ മറന്നു എന്നുള്ളൊരു ടെൻഷനില്ല. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക് ദ വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അതുപോലെ തന്നെ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെന്ത് വീഡിയോസ് കാണാൻ ആഗ്രഹം എന്നുള്ളത്. See you guys in the next one. Peace.